പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഹിന്ദുക്കൾ കൊല്ലപ്പെടാനുള്ളവരും മുസ്ലിങ്ങൾ കൊല്ലാനുമുള്ളവരാണ് എന്ന ആശയം ഈ ഇടക്കാലത്താണ് നമ്മുടെ കൊച്ചു കേരളക്കരയിൽ സ്പ്രെഡായത്. ശരിക്കു പറഞ്ഞാൽ മതതീവ്രവാദ സംഘടനകൾ എപ്പോഴാണോ നമ്മുടെ നാട്ടിൽ രൂഢമൂലമായത്, സ്പ്രെഡായത്, ആ കാലഘട്ടം മുതൽ ഇത്തരം ഒരു ആശയം പ്രചരിക്കുന്നുണ്ട്. ഹിന്ദുക്കളെ ഏത് രൂപത്തിലും വേട്ടയാടാം, ക്രിസ്ത്യാനികളെ ഏത് രൂപത്തിലും വേട്ടയാടാം. ഞാൻ ഒരു 2 ഉദാഹരണങ്ങൾ നിങ്ങളോട് പറയാം. 2 3 30 വേണമെങ്കിലും പറയാനുണ്ട് തൽക്കാലം. ഒന്ന്, അരയും മലരും കുന്തിരിക്കവും. ഒരു 9 വയസ്സുകാരനായ കുട്ടിക്കാലൻ മുദ്രാവാക്യം മുഴക്കി. എന്താണ് അതിന്റെ അർത്ഥം? മുസ്ലിങ്ങളാൽ കൊല്ലപ്പെടേണ്ടവരാണ് കേരളത്തിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എന്ന് തന്നെയല്ലേ? ഞാനിപ്പോ കുട്ടിക്കാലൻ അതിനുവേണ്ടി തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞു. വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാർ. ഞാൻ കുട്ടിക്കാലൻ മുമ്പിൽ നിൽക്കും, മുതുകാലന്മാർ പിന്നാലെ വരുന്നുണ്ട്, ബാക്കി പണി അവര് ചെയ്തോളും. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് കീഴൊതുങ്ങി മുസ്ലിങ്ങൾ പറയുന്നതനുസരിച്ച് മര്യാദയ്ക്ക് ജീവിച്ചു എന്നല്ലേ പറഞ്ഞത്? ആ കുട്ടിയുടെ മുദ്രാവാക്യത്തിന്റെ അവസാന ഭാഗം എന്തായിരുന്നു? മര്യാദയ്ക്ക് 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 ജീവിച്ചാൽ നമ്മുടെ നാട്ടിൽ ജീവിക്കാം. ആ മര്യാദ എന്താണ്? ഇസ്ലാം എന്ന മതം ഫോളോ ചെയ്ത് മര്യാദ പഠിച്ച് ജീവിക്കുക. ഇത് തന്നെയല്ലേ അവർ ഉദ്ദേശിച്ചത്? ഒന്നത്. രണ്ടാമത്തേത്, മുഹമ്മദ് മുസ്തഫ എന്ന ഒരു മത തീവ്രവാദി ബൈബിള് കത്തിക്കുന്നു കാസർഗോഡ്. ആദ്യം കാസർഗോഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ നിന്ന് അയാള് പുൽക്കൂട് എടുത്തുകൊണ്ട് പോകുന്നു, തകർക്കുന്നു, നശിപ്പിക്കുന്നു. അതിനുശേഷമാണ് ബൈബിള് കത്തിച്ചത്. പുൽക്കൂട് എടുത്തുകൊണ്ട് പോയി തകർത്തിട്ട് ഒരു ചുക്കും ചുണ്ണാമ്പും സംഭവിച്ചില്ല. ക്രിസ്ത്യാനികള് വിദ്യാസമ്പന്നരായതുകൊണ്ടും വിവേകമുള്ളവരായതുകൊണ്ടും രാജ്യസ്നേഹത്തിലും മതേതരത്വത്തിലും രാജ്യത്തിന്റെ നിയമ സംവിധാനങ്ങളിലും വിശ്വസിക്കുന്നവരും പക്വമതികളുമായതുകൊണ്ട് അവർ നിയമത്തിന്റെ പിന്നാലെ മാത്രം പോയി. ഒടുവിൽ കേരള പോലീസ് പോലും മുഹമ്മദ് മുസ്തഫയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി FIR-ൽ മാനസിക രോഗി എന്ന് എഴുതി ചേർത്തു. അത് മുഹമ്മദ് മുസ്തഫ തന്നെ ക്ലബ് ഹൗസിൽ വന്ന് പൊളിച്ചടുക്കി. ഇന്നേ വരെ ഉറങ്ങാൻ പോലും ഒരു ടാബ്ലറ്റ് കഴിച്ചിട്ടുള്ള വ്യക്തിയല്ല ഞാൻ. എനിക്ക് മാനസികമായി യാതൊരു പ്രശ്നവുമില്ല. എനിക്ക് എന്റെ മതമനുസരിച്ച് ജീവിക്കണം. എന്റെ മതമനുസരിച്ച് മറ്റുള്ളവർ കാഫിറുകളാണ്. അവരുടെ വേദഗ്രന്ഥങ്ങളെയോ വിശ്വാസങ്ങളെയോ അനുഷ്ഠാനങ്ങളെയോ ഞാൻ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാനത് ചെയ്തത് എന്ന് പറഞ്ഞ് അയാളുടെ ഫോട്ടോ, വീഡിയോ, നമ്പര്, വീട്, ലൊക്കേഷൻ ഇതൊക്കെ പറഞ്ഞിട്ടാണ് വീഡിയോ ചെയ്തത് എന്നത് മറക്കരുത്. അതായത് രണ്ടും കൽപ്പിച്ചിട്ടുള്ള ഒരു പോക്കാണ് എന്നർത്ഥം. രണ്ടാമത്തെ ഇൻസിഡന്റ് അതാണ്. ഇനി 3, അമ്പലനടയിൽ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കും എന്നുള്ളതാ. ഒന്നും സംഭവിച്ചില്ല. അപ്പോ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളാൽ ഏറെ അനുഭവിക്കേണ്ടവരാണെന്നും മുസ്ലിങ്ങളാണെങ്കിലോ അനുഭവിപ്പിക്കേണ്ടവരാണെന്നുമുള്ള അപകടകരമായിട്ടുള്ള ആശയമാണ് നമ്മുടെ നാട്ടിൽ സ്പ്രെഡായത്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നിരന്തരം നടന്നു. എന്നിട്ട് എവിടെ നിന്നും യാതൊരു എതിർപ്പും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും മേലെ കുതിര കയറിയാൽ ഇവിടെ ചോദിക്കാനൊന്നും ആരും ഉണ്ടാകില്ല എന്ന ഒരു ആശയവും കൂടി കേരളത്തിൽ വളർന്നു വന്നു. അതിനുശേഷമാണ് ദി കേരള സ്റ്റോറി. ആ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ദി റിയൽ ലവ് ജിഹാദ് സ്റ്റോറി പറഞ്ഞിട്ട് പോലും വലിയ രൂപത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഒരുപാട് തിയേറ്ററുകൾ തല്ലി തകർക്കപ്പെട്ടു. എന്തിന്റെ പേരിൽ? അപ്പോ സിനിമയെ നിങ്ങൾക്ക് സിനിമയായിട്ട് കാണണ്ടായിരുന്നോ? കാശ്മീർ ഫയൽസ് എന്ന സിനിമ വന്നപ്പോൾ, പുഴ മുതൽ പുഴ വരെ എന്ന 1921 റിയൽ ചരിത്രം പറയുന്ന സിനിമ വന്നപ്പോൾ, ഈ സമയത്തൊക്കെ ദി അഡാർ ലവ് ഇവര് വടിയെടുത്തു. ആ സിനിമ ഇവിടെ പറ്റില്ല എന്നുള്ള രൂപത്തിൽ, ആ സിനിമയെ ഒരു തിയേറ്ററിലും കളിക്കാൻ സമ്മതിക്കില്ല എന്ന രൂപത്തിൽ അവര് സംഘടനകൾ അഴിച്ചുവിട്ടു, സംഘർഷങ്ങൾ അഴിച്ചുവിട്ടു, പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടായി. എന്നിട്ട് രാജ്യത്തെ അപകീർത്തിപ്പെടുത്തുന്ന രൂപത്തിലുള്ള BBC 2002 ഗുജറാത്ത് കലാപത്തെ സംബന്ധിച്ച് ഒരു ഡോക്യുമെന്ററി ചെയ്തപ്പോൾ
അതിനെ രണ്ട് കൈയും കൂട്ടി സ്വീകരിക്കാൻ ഇവിടെ ആളുണ്ടായിരുന്നു. രണ്ട് കൈയും കൂട്ടിയാണ് സ്വീകരിച്ചത്. പല ക്യാമ്പസുകളിലും ആ സിനിമ അരങ്ങേറുക പോലും ചെയ്തു. എന്താണ് ഇവരുടെ മതം, എന്താണ് ഇവരുടെ രാഷ്ട്രീയം, എന്താണ് ഇവരുടെ മതേതരത്വം? വ്യക്തമല്ലേ? ഇത്രയും വിഷയങ്ങളെ, ഇത്രയൊന്നും അല്ല, ഒത്തിരി ഉണ്ട്, എന്നാലും ഇത്രയും വിഷയങ്ങളെ മനസ്സിലാക്കി കൊണ്ടുവേണം ഇപ്പോഴത്തെ എമ്പുരാൻ എന്ന സിനിമയുടെ മതവും രാഷ്ട്രീയവും നമ്മുടെ നാടിന്റെ ചരിത്രവും ഗോത്ര കലാപവും ഗുജറാത്ത് കലാപവും ഒക്കെ നമ്മളൊന്ന് മനസ്സിലാക്കാൻ. ഓക്കെ, മോഹൻലാലിനെ കേന്ദ്ര കഥാപാത്രമാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് തിയേറ്ററുകളിലെത്തിയ എമ്പുരാൻ സിനിമയ്ക്കെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. പൃഥ്വിരാജ് എമ്പുരാനിൽ വെളുപ്പിച്ച ഗോത്ര തീവെപ്പിൽ സന്തോഷ് ജോർജ് കുളങ്ങര നേരിട്ട് ഗുജറാത്തിൽ പോയി അറിഞ്ഞ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. ആ വീഡിയോ നമുക്കൊന്ന് കാണാം. അക്കാലത്ത് കേരളം ഗുജറാത്തിനെ അല്ലെങ്കിൽ ഇന്ത്യയിലും അതെ, സന്തോഷ് ജോർജ് കുളങ്ങരയെ പോലെ ഒരാള് തന്നെയാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരു അനലിറ്റിക്സ് നടത്തേണ്ടത്. അദ്ദേഹത്തിന് പറയാനുള്ളത് എന്താണ് എന്ന് തീർച്ചയായിട്ടും കേരളം കേൾക്കും, അത് മുഖവിലക്കെടുക്കും, ശ്രദ്ധിക്കും. മറ്റു സ്ഥലങ്ങൾ ഗുജറാത്തിനെ ഓർക്കുന്നത് ഒരു സംഭവത്തിന്റെ പേരിലാണ്. ഗോത്രയിലെ തീവണ്ടി കത്തിച്ചൊരു സംഭവം, അതിന്റെ സ്പാർക്കുണ്ടായ, അതിന്റെ തീനാളം ആദ്യം കത്തിപ്പെടുന്നത് ഈ ഗോത്ര റെയിൽവേ സ്റ്റേഷനിലാണ്. ഈ ഗോത്ര സംഭവം ഉണ്ടാകാനുള്ള ഒരു കാരണമൊക്കെ ഞാൻ പഠിച്ചു. ബിനു അവിടുത്തെ ഒരു ജേർണലിസ്റ്റാണ്, മറ്റു ചില ജേർണലിസ്റ്റുകളുണ്ട്, യഥാർത്ഥ പ്രശ്നങ്ങളെ പഠിക്കുന്ന ആക്ടിവിസ്റ്റുകളുണ്ട്, അവരൊക്കെ ആയിട്ട് ഞാൻ സംസാരിച്ച കാര്യങ്ങൾ മനസ്സിലാക്കി. അതായത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ അയോധ്യയിലേക്ക് കർഷകർ ധാരാളമായി ഗുജറാത്തിൽ നിന്നും അഹമ്മദാബാദിൽ നിന്നും ഒക്കെ കർഷകർ പോവുകയും അവിടെ സന്ദർശിച്ചിട്ട് മടങ്ങുകയും ചെയ്യുന്ന ഒരു സീസണാണ്. സബർമതി എക്സ്പ്രസ് എന്നൊക്കെ പറഞ്ഞ ട്രെയിനുകളിലാണ് ഇങ്ങോട്ട് മടങ്ങി വരുന്നതും അങ്ങോട്ട് പോകുന്നതൊക്കെ ഈ കർഷകരായ ആളുകൾ. ഇവര് ഈ ഗോത്രയിൽ വരുമ്പോൾ ഗോത്ര റെയിൽവേ സ്റ്റേഷൻ, പ്രത്യേകിച്ച് ഗോത്ര റെയിൽവേ സ്റ്റേഷനോട് തൊട്ട് ചേർന്ന് ഒരു കോളനിയുണ്ട്. അതായത് സിറ്റൽ ഫലിയ എന്ന് പറയുന്ന ഒരു പ്രദേശമാണ്. അവിടെ ഒരു ചെറിയ കോളനിയാണ്. ഈ കോളനി മുഴുവൻ തിങ്ങി പാർക്കുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ്. മാത്രമല്ല ഈ ഗോത്ര റെയിൽവേ സ്റ്റേഷനിലെ സാധനങ്ങൾ വിൽക്കുന്നതും കച്ചവടക്കാരും ചായ വിൽക്കുന്നതും ഒക്കെ ആളുകൾ മിക്കവാറും മുസ്ലിംസാണ്. ഈ 2002 ഫെബ്രുവരി 27 രാവിലെ അയോധ്യയിൽ നിന്ന് മടങ്ങുന്ന കർഷകരുമായിട്ട് 7 മണി കഴിഞ്ഞപ്പോൾ ഈ ഗോത്രയിലെ റെയിൽവേ സ്റ്റേഷനിൽ സബർമതി എക്സ്പ്രസ് നിന്നു. എന്തോ സാധനത്തിന്റെ പേരിൽ ഇവർ കുറെ കശർച്ചയുണ്ടായി, ഉന്തും തള്ളൊക്കെ ഉണ്ടായി. ട്രെയിൻ പുറപ്പെട്ടു പോകുമ്പോൾ കുറച്ച് പേർക്ക് ഈ ഉന്തും തള്ളും എന്തോ കശർച്ചയുടെ പേരിൽ എന്തോ കാരണത്താൽ ഈ വന്ന കുറച്ച് പേർ കയറി പോകാൻ പറ്റില്ലെന്നാണ് പറയപ്പെടുന്നത്. ഈ ട്രെയിൻ ഈ സിഗ്നൽ ഫലി അടുത്ത്, അതായത് ഒരു കഷ്ടിച്ച് 1/2 കിലോമീറ്റർ അങ്ങോട്ട് ഓടിയ ട്രെയിൻ പയ്യാതെ അങ്ങനെ വെച്ച് നിർത്തി അവിടെ നിന്നു. ഈ നിന്നപ്പോഴത്തേക്കും ഈ ഫ്രിക്ഷൻ ഉണ്ടായല്ലോ, ഇവർ തമ്മിൽ വഴക്കുണ്ടായി, തന്നെ കുറെ ആളുകളായിട്ട് വഴക്കുണ്ട്. അപ്പൊ ഇതിനുവേണ്ടി കാത്തിരുന്ന മട്ടില് ഈ കോളനിയിൽ നിന്ന് ഈ ആളുകൾ, ഈ സിഗ്നൽ ഫലിയുടെ പരിസരത്തിലെ കോളനിയിൽ നിന്നൊക്കെ ആളുകൾ ഓടി നിന്ന ട്രെയിനിന്റെ അടുത്തേക്ക് എത്തി എന്നാണ് പറയപ്പെടുന്നത്. വന്നു, ട്രെയിൻ നിന്നു. കുറച്ച് കഴിയുമ്പോൾ കാണുന്നത് ഇവരെങ്ങനെയാണ്, ഇവരുടെ കൂട്ടമായിട്ടുള്ള ആക്രമണത്തിന്റെ രീതി എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ സംഭാലിൽ 1970 മുതൽ നടന്ന, ഇതുവരെ നടന്ന, ഇപ്പോൾ 2024 അവസാനത്തോടുകൂടി ഷാഹി ജുമാ മസ്ജിദ് വരെ നടന്ന സംഭവങ്ങളുമായി നമ്മളൊന്ന് താരതമ്യം ചെയ്താലാണ് ശരിക്ക് എന്താണ് ഇതുപോലെ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിൽ കൂട്ടമായിട്ട് ആക്രമിക്കപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെടും. അതുകൊണ്ടാണ് യോഗി ആദിത്യനാഥ് 1970 മുതൽ എന്തുകൊണ്ടാണ് സംഭാൽ എന്ന നാട് മാത്രം ഇങ്ങനെ, അതെനിക്ക് അറിഞ്ഞേ പറ്റൂ എന്നുള്ള രൂപത്തിൽ മുഴുവനും ചിക്കിച്ചെകഞ്ഞെടുക്കാൻ തീരുമാനിച്ചത് കാരണം അതാണ്. S6, S7 കോച്ചുകളിൽ തീ ആളിപ്പടരുന്നതാണ്. അത് പറയുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്, ചിലർ പറയുന്നു ഈ ട്രെയിൻ നിന്ന് കഴിഞ്ഞപ്പോൾ ഈ ഓടിക്കൂടിയവര് മണ്ണെണ്ണയിൽ മുക്കിയ തുണി കൊണ്ട് ഇതിനകത്തേക്ക് തീ എറിഞ്ഞു എന്നും ഇവരാണ് പുറത്തു നിന്ന ഈ സിഗ്നൽ ഫലിയിലുള്ള ആളുകൾ, ആ കോളനിവാസികളാണ് ഈ ട്രെയിനിനെ ഈ ബോഗിക്കകത്ത് തീയിട്ടതെന്ന് പറയുന്നു. വേറെ ചിലർ പറയുന്നു അതിനകത്ത് ഇവർ പാചകം ചെയ്തതെന്ന് പറഞ്ഞതാണ്. പക്ഷെ പിന്നീട് ശാസ്ത്രീയമായിട്ട് പാചകം ചെയ്തതല്ല എന്ന് പറയുന്നു. ഏതായാലും ഈ S6ഉം X7ഉം തീ ആളിപ്പടർന്നു. ഏതാണ്ട് 57 പേര് പുറത്തിറങ്ങാനാവാതെ അതിനകത്ത് വെന്തു മരിച്ചു. ഞാൻ ഈ ചരിത്രമൊക്കെ ഓർത്തുകൊണ്ട് ഈ പാളത്തിലൂടെ നടന്നു. നമുക്ക് ആ പാളത്തിലൂടെ പോകാം, ഷൂട്ട് ചെയ്യാം. അങ്ങനെ ചെല്ലുമ്പോൾ ഒരു ഭാഗത്ത്, ഒഴിഞ്ഞൊരു ഭാഗത്ത് 2 കോച്ചുകൾ കത്തിക്കരിഞ്ഞ മലയിൽ അന്ന് കിടപ്പുണ്ട്. ഞാൻ അതിനടുത്തേക്ക് ഇരുന്നു. 60ഓളം ജീവൻ കരിക്കും പോയ 2 കോച്ചുകൾ അന്ന് പൂർണ്ണ രൂപത്തിൽ തന്നെയാണ്. പക്ഷെ തീ ആളിപ്പടർന്നതിന്റെ പാടുകളുണ്ട്. അതിനകത്താണ് നിരവധി ജീവിതങ്ങൾ പിരിയുന്നത്. ആ ബോഗിയിൽ നിന്ന് കത്തിപ്പടർന്ന തീ ഗുജറാത്തിലാകെ പിന്നെ ഇന്ത്യയിലാകെ പടരുന്ന കാഴ്ച നമ്മൾ കണ്ടത്. ആ ദുരന്തത്തിന്റെ പ്രതീകത്തിന് അടുത്ത് അതിന്റെ ദൃശ്യങ്ങളും പകർത്തിക്കൊണ്ട് ഞാൻ അങ്ങനെ ആരംഭിച്ചു നിന്നു. ഗുജറാത്ത് കലാപം വെറുതെ ഉണ്ടായതല്ലെന്നും അതിനു മുമ്പ് 2002 ഫെബ്രുവരി 27 ഗുജറാത്തിലെ ഗോത്ര റെയിൽവേ സ്റ്റേഷന് സമീപം സബർമതി എക്സ്പ്രസിന് മുസ്ലിം തീവ്രവാദികൾ തീയിട്ട് 59 ഹിന്ദു തീർത്ഥാടകരെ കൊന്നതാണ് അതിന് പിന്നിലെ കാരണമെന്നും അത് മറച്ചുവെക്കുകയാണ് എമ്പുരാൻ എന്നതുമാണ് സത്യം. ഇസ്ലാമിക ഭീകരരുടെ ആക്രമണത്തിൽ കൊച്ചുകുട്ടികളും സ്ത്രീകളും അടക്കം 59 പേരാണ് അന്ന് കൊല്ലപ്പെട്ടത്. അയോധ്യയിൽ നിന്ന് മടങ്ങിയവരാണ് വംശഹത്യക്ക് ഇരയാക്കപ്പെട്ടത്. സംഭവം ആസൂത്രിതമായിരുന്നുവെന്നും 1000ഓളം പേരാണ് അക്രമത്തിൽ പങ്കുചേർന്നത് എന്നും നാനാവധി മേധാ കമ്മീഷൻ കണ്ടെത്തിയിരുന്നു.
കേസുമായി ബന്ധപ്പെട്ട് 2011 31 പേരെ കോടതി ശിക്ഷിക്കുകയും ചെയ്തു. 4 കോച്ചുകളാണ് കത്തിച്ചത്. 27 സ്ത്രീകളും 10 കുട്ടികളും അടക്കമാണ് ബന്ധു മരിച്ചത്. 48 പേർക്ക് പൊള്ളലേൽക്കുകയും ചെയ്തു. പെട്രോളിൽ കുതിർത്ത ചാക്കുകൾ അകത്തേക്ക് എറിയുകയും ജനാല വഴി വീണ്ടും വീണ്ടും പെട്രോൾ ഒഴിക്കുകയും ചെയ്ത ശേഷം കത്തിക്കുകയായിരുന്നു. വാതിൽ പുറത്തുനിന്ന് അടച്ചതിനാൽ പലർക്കും രക്ഷപ്പെടാനും സാധിച്ചില്ല. S6 കോച്ചാണ് പൂർണ്ണമായും കത്തിനശിച്ചത്. ഈ ഒരു യഥാർത്ഥ ചരിത്രത്തെ വളച്ചൊടിച്ച് തീ ആരും സബർമതി എക്സ്പ്രസ് കത്തിച്ചതല്ല. അത് താനേ കത്തിയതാണോ അതോ ട്രെയിനിനകത്ത് പാചകം ചെയ്തതാണോ? ഏതെല്ലാം രൂപത്തിലുള്ള കിംവദന്തികളാണ് ഒരു സത്യത്തെ മറച്ചു പിടിക്കുന്നതിന് വേണ്ടി ഇവര് പ്രചരിപ്പിക്കുന്നതെന്ന് കണ്ടോ. അത്തരം ഒരു സിനിമ ടെലികാസ്റ്റ് ചെയ്തപ്പോൾ വൻ സ്വീകരണം ലഭിക്കുന്നു. അതോ കേണൽ പദവിയിലിരിക്കുന്ന മോഹൻലാൽ എന്ന നടന വിസ്മയം, പൊതുവെ പറയുന്നത് അങ്ങനെയാണല്ലോ, നടന വിസ്മയം തിരക്കഥ കാണാതെ ഇത്തരം ഒരു ചരിത്ര സിനിമ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഒന്നത്. 2, സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന വാർത്തകൾ അനുസരിച്ച് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എങ്ങനെയാണ് നമ്മുടെ രായപ്പൻ എന്നാണല്ലോ നമ്മുടെ രാജുവിനെ പറയുന്നത്, രായപ്പൻ എങ്ങനെയാണ് ഇങ്ങനെ കോടികളുടെ അധിപനായത്? BJP പ്രവർത്തകർ തന്നെ പറയുന്നുണ്ട്, പല നേതാക്കളും മുന്നോട്ട് വെച്ചിരിക്കുന്നത് ആടുജീവിതം പോലെ ഒരു സിനിമ ചെയ്യുന്നതിന് വേണ്ടി ജോർദാനിലെ ഒരുപാട് നാള് ചിലവഴിക്കേണ്ടി വന്നതുകൊണ്ട് മതതീവ്രവാദ സംഘടനകളുമായി പൃഥ്വിരാജിന് ബന്ധമുണ്ട് എന്ന രൂപത്തിലുള്ള ഒരുപാട് പരാമർശങ്ങളാണ് ആളുകൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അൽ ഖ്വയ്ദയാണോ അതോ ലഷ്കർ ഇ ത്വയ്ബയാണോ ISIS ആണോ? ഇങ്ങനെ പല രൂപത്തിലും വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. പെട്ടെന്ന് പണമുണ്ടാക്കാനുള്ള തത്രപ്പാടിൽ പലപ്പോഴും ചരിത്ര സത്യങ്ങളെ മറച്ചു പിടിക്കുന്ന ഒരു സമീപനം നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നുണ്ട്. നന്ദി.